റോഡ് ഇങ്ങനെ പൊട്ടി തകർന്ന് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്തെല്ലാമാണ്? പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്രതിസന്ധി എന്ന് വെച്ചാൽ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ അപകടങ്ങളാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷമത്തിലുണ്ടാക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ അമ്മയുടെ കൈ ഇപ്പോൾ എന്താ പറയുക, ഒരാഴ്ച മുന്നേ വീണ് ഒടിയുക ചെയ്തത്. അതിന് മുന്നും നിരവധി തവണ ഒരുപാട് പേര് ടൂ വീലർമെന്നും സൈക്കിളുമെന്നും ഒക്കെ വീണിട്ട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്നതാണ് ഈ അമ്മയുടെ ഈ കൈക്ക് ഇങ്ങനെ കൈ ഒടിഞ്ഞിട്ടുള്ളൊരവസ്ഥ. അമ്മേ നമസ്കാരം. പേരെന്തായിരുന്നു അമ്മേ? പണി എന്നാണ് ഈ ഒരു അപകടം പറ്റിയെന്നാ? ഞായറാഴ്ച വാർത്ത് വ്യാഴാഴ്ച അപകടം പറ്റി. വീട് വാർപ്പായിരുന്നു? വീട് വാർപ്പായിരുന്നു. എങ്ങനെയാ ഇത് സംഭവിച്ചത്? എങ്ങനെയാ? കിഴക്കെ കടയിലേക്ക് പോവുകയായിരുന്നു ഞാൻ. കടയിലേക്ക് എത്തിയില്ല, ആ കുഴിയിലേക്ക് വീണു. റോട്ടിലായിരുന്നു? റോട്ടില്. അത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2010 ഇലക്ഷൻ നിന്നുണ്ടായിരുന്നു. അന്നൊന്നും BJPക്ക് വലിയൊരു ഇവിടെ എന്താ പറയാ വലിയ രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് 210 വോട്ടാണ് ലഭിച്ചത്. അന്ന് 900 ചില്ലാൻ വോട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ CPM ഫസ്റ്റിൽ വന്നു, 2ാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നു, അതിന് 3ാം സ്ഥാനത്തായിരുന്നു. 2015 ഇവിടെ BJP 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷേ 2015 കൗൺസിലറുടെ ഏറ്റവും മോശകരമായിട്ടുള്ള ഭരണം ഉണ്ടായിരുന്ന ഒരു വാർഡ് ആയതുകൊണ്ട് തന്നെ 2020 BJP 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടെ വരാനായിട്ട് ഉണ്ടായ സാഹചര്യം ഉണ്ടായി. അത് അവര് നമ്മളെ ഏറ്റെടുക്കുകയായിരുന്നു, ജനങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു നമ്മളെ. അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ തന്നെയാണ്. നമസ്കാരം. ഇന്നുള്ളത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 43ാം വാർഡായിട്ടുള്ള ഐക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 50 വർഷമായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന CPMന്റെ ഏറ്റവും വളരെ നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇന്ന് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP ഭരിക്കുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. വിഷയം ഒന്ന് മാത്രമാണ്, BJP ഭരിക്കുന്ന വാർഡുകളിൽ ഒരു തരത്തിലും റോഡിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ പണം അനുവദിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു നീചമായിട്ടുള്ള പ്രവർത്തനം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ 43ാം വാർഡിലെ കൗൺസിലർ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? ധന്യ ഷൈൻ. ചേച്ചി ഇപ്പോ ഈ ഒറ്റവട്ടമല്ലേ ഇവിടെ കൗൺസിലർ ആയിരിക്കുന്നത്? അതെ, ആദ്യമായിട്ടാണ് ഞാൻ കൗൺസിലർ ആയത്. ഇത് ഈ വാർഡ് CPMന്റെ വാർഡായിരുന്നു? അതെ, CPMന്റെ കുത്തക വാർഡായിരുന്നു. അത് നമ്മൾ ഈ വർഷം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ പ്രധാനമായിട്ട് CPMന്റെ അല്ലെങ്കിൽ CPM ഭരണത്തിന് കീഴിലുള്ള ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP ഭരിക്കുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് പണം നൽകാത്തൊരു അവസ്ഥ ഇതുണ്ട് എന്നുള്ള വലിയ ആരോപണം കുറെ നാളുകളായിട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഏറ്റവും യാഥാർത്ഥ്യമായ ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ 5 വർഷക്കാലം ഭരിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് യാതൊരു വിധത്തിലും നല്ല രീതിയിൽ നമുക്ക് ഫണ്ട് തരുന്നില്ല. കാരണം ഈ വർഷം നമുക്ക് 2025-26 കാലഘട്ടത്തിലേക്ക് നമുക്ക് തന്നേക്കുന്നത് ആകെ 5 ലക്ഷം രൂപയാണ്. അതിന് മുന്നേ നമുക്ക് 8 ലക്ഷം രൂപ തന്ന് നമുക്ക് റോഡ് നമ്മൾ വെച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര വീഴ്ചയാണ് വന്നിട്ടുള്ളത്. അവർ റോഡ് പൊളിച്ചിട്ടിട്ട് അത് മെയിൻ്റനൻസ് ചെയ്യാത്തത് കൊണ്ട് ആ റോഡിന്റെ വർക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മുൻകാലങ്ങളിൽ നമുക്ക് 6-7 ലക്ഷം രൂപയാണ് ഓരോ വർഷവും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? മുൻകാലങ്ങളിലൊക്കെ ഇവിടുത്തെ ഭരണത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10, 15, 25 ലക്ഷം രൂപ വരെ ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു 5 വർഷ കാലഘട്ടമാണ് നമുക്ക് ഫണ്ട് ഒട്ടും ലഭിക്കാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അത് മനഃപൂർവ്വമാണ് അവർ നമുക്ക് ആ ഫണ്ട് തരാത്തത്. ഇത് ആദ്യമായിട്ട് BJP ഭരിക്കുന്ന ഒരു വാർഡിൽ ഇതിന് മുന്നേ ഭരിച്ചിട്ടില്ലല്ലോ? ഇല്ല, അത് ആദ്യമായിട്ടാണ് BJP ഇവിടെ ഭരിക്കുന്നത്. വേറൊരു രീതിയിലും നമ്മളെ അവർക്ക് താഴ്ത്തി കെട്ടാൻ പറ്റില്ല. ഈ റോഡ് മോശമാക്കിയാൽ മാത്രമേ നമ്മുടെ ഭാഗത്തൊരു വീഴ്ച അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഫണ്ട് തരാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അപ്പൊ നമ്മളെ മോശം ആക്കാനായിട്ട് അവർക്ക് കിട്ടുന്ന ഒരേ ഒരു കാര്യമാണ് ഈ റോഡിന്റെ ഒരു വിഷയം. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ പ്രതിഷേധങ്ങൾ, BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾക്ക് അവരുടെ മറുപടി എന്താണ്? അത് ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അതങ്ങനെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവര് ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ഭരിക്കും, ഫണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം കഴിഞ്ഞ ഇപ്പൊ 2 വാർഡ് സഭകൾ ഇവിടെ നടന്നിട്ടുണ്ട്. വാർഡ് സഭകളിൽ ജനങ്ങൾ ചോദിക്കുമ്പോൾ അവര് പറയുന്ന വെച്ചാല് എന്തുകൊണ്ട് ഫണ്ട് തരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വാർഡ് സഭയ്ക്ക്. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ കൗൺസിലറോട് ചോദിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ കൗൺസിലറോട് ഞങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് റോഡ് പണിയുന്നില്ല, റോഡ് പണിയണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നികുതി അടയ്ക്കുന്നത് ഞങ്ങൾ നേരിട്ട് കൗൺസിലറുടെ കയ്യിൽ ഞങ്ങൾ അടച്ചോളാം. അപ്പോൾ കൗൺസിലർക്ക് ഞങ്ങളുടെ ആ പണം കൊണ്ട് ഞങ്ങൾക്ക് റോഡ് ചെയ്യാൻ പറ്റുമല്ലോ. നഗരസഭയ്ക്ക് ഇതിലൊരു ഉത്തരവാദിത്തം ഇല്ലാത്തത് കൊണ്ടാണല്ലോ കൗൺസിലർ മാത്രം ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ വെക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ പൊട്ടി തകർന്ന് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്തെല്ലാമാണ്?
പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്രതിസന്ധി എന്ന് വെച്ചാൽ മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ അപകടങ്ങളാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷമത്തിലുണ്ടാക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ അമ്മയുടെ കൈ ഇപ്പോൾ എന്താ പറയാ ഒരാഴ്ച മുന്നേ വീണ് ഒടിയുക ചെയ്തത്. അതിന് മുന്നും നിരവധി തവണ ഒരുപാട് പേര് ടൂ വീലർമെന്നും സൈക്കിളുമെന്നും ഒക്കെ വീണിട്ട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്നതാണ് ഈ അമ്മയുടെ ഈ കൈക്ക് ഇങ്ങനെ കൈ ഒടിഞ്ഞിട്ടുള്ളൊരവസ്ഥ. അമ്മേ നമസ്കാരം. പേരെന്തായിരുന്നു അമ്മേ? പണി എന്നാണ് ഈ ഒരു അപകടം പറ്റിയെന്നാ? ഞായറാഴ്ച വാർത്ത് വ്യാഴാഴ്ച അപകടം പറ്റി. വീട് വാർപ്പായിരുന്നു? വീട് വാർപ്പായിരുന്നു. എങ്ങനെയാ ഇത് സംഭവിച്ചെങ്ങനെയാ? കിഴക്കേ കടയിലേക്ക് പോവുകയായിരുന്നു ഞാൻ. കടയിലേക്ക് എത്തിയില്ല, ആ കുഴിയിലേക്ക് വീണു. റോട്ടിലായിരുന്നു? റോട്ടില്. റോഡ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തന്നെയാണോ? അത് ഞങ്ങ ഇങ്ങോട്ട് വരല് കുറവായിരുന്നു, അത് കാരണം അറിഞ്ഞില്ല. ഇപ്പൊ റോഡിന്റെ പണി ഇപ്പോഴും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ എടുക്കണം. ചേച്ചി ഇപ്പോ പ്രധാനമായിട്ട് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞൊരു 50 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. എന്താണ് ഇത്തവണത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു കൗൺസിലർ എന്നുള്ള ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഭരണം BJP-യുടെ ഭരണം തന്നെയായിരിക്കും. വികസിത കേരളം എന്നാണ് BJP-യുടെ അജണ്ട തന്നെ. അത് വികസിത കൊടുങ്ങല്ലൂർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വികസനം വരണമെങ്കിൽ BJP വരണമെന്ന് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷന് BJP വരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ സംഭവിക്കുള്ളൂ, 100% ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോ വരാനിരിക്കുന്ന CPM-ന്റെ ഒരു കുത്തക സീറ്റായിരുന്നുള്ളത്, ഈ സീറ്റ് BJP പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു? അത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2010 ഇലക്ഷൻ നിന്നുണ്ടായിരുന്നു. അന്നൊന്നും BJP-ക്ക് വലിയൊരു ഇവിടെ എന്താ പറയാ വലിയ രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് 210 വോട്ടാണ് ലഭിച്ചത്. അന്ന് 900 ചില്ലാൻ വോട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ CPM ഫസ്റ്റിൽ വന്നു, 2ാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നു, അതിന് 3ാം സ്ഥാനത്തായിരുന്നു. 2015-ലും ഇവിടെ BJP 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷേ 2015-ലെ കൗൺസിലറുടെ ഏറ്റവും മോശകരമായിട്ടുള്ള ഭരണം ഉണ്ടായിരുന്ന ഒരു വാർഡ് ആയതുകൊണ്ട് തന്നെ 2020-ൽ BJP 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടെ വരാനായിട്ട് ഉണ്ടായ സാഹചര്യം ഉണ്ടായി. അത് അവര് നമ്മളെ ഏറ്റെടുക്കുകയായിരുന്നു, ജനങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു നമ്മളെ. അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ തന്നെയാണ്. പക്ഷേ ഈ റോഡിന്റെ വിഷയം മാത്രമാണ്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം. നമ്മളെ മോശക്കാരാക്കാൻ വേണ്ടി ഈ 2 കാര്യങ്ങളാണ് അവർ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, റോഡും ഇല്ല. എന്നെ സംബന്ധിച്ച് 75% ജനങ്ങളും ഇവിടെ ഇത്തിരി സാമ്പത്തികമായിട്ടുള്ളവരാണ്. അതിൽ വളരെ 25%ഒക്കെ ഇത്തിരി ഇതായിട്ടുള്ളവരുണ്ടാവുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുള്ളത് റോഡും സ്ട്രീറ്റ് ലൈറ്റും മാത്രം മതി. അതല്ലാതെ നഗരസഭയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യം വേണ്ടാത്തവരാണ് ഈ 75%-ലുള്ള ജനങ്ങളും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെയെന്നുള്ളത്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് അവരോട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ളത്. എനിക്ക് കിട്ടുന്ന ഈ തുച്ഛമായ ഫണ്ടിൽ നിന്ന് എത്രത്തോളം റോഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ CPM-ന്റെ ഒരു അജണ്ട നടപ്പാക്കലാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ റോഡുകളൊക്കെ മോശമാക്കി സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്താത്ത സാഹചര്യത്തിൽ കൗൺസിലറുടെ പിടിപ്പുകേടാണ് എന്ന് ഉണ്ടാക്കി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അവര് ജനങ്ങളിടയിലേക്ക് CPM-ന്റെ ഭാഗത്തുനിന്നുള്ള പ്രചരണം എന്താണ്? ഇവിടെ ഈ പൂർണ്ണമായിട്ട് അവരിപ്പോ തിരിച്ചു പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം വ്യാപകമായിട്ട് നടത്തുന്നുണ്ടാവുമല്ലോ. എന്താണ് അവരൊരു കാഴ്ചപ്പാട്, എന്ത് കാഴ്ചപ്പാട് വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്? അവർ പറയുന്നത് റോഡ് കണ്ടില്ലേ, റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ, കൗൺസിലർക്ക് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, കൗൺസിലർക്ക് ചോദിച്ചൂടെ, കൗൺസിലർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡൊക്കെ ശരിയാക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒരു 5 മാസത്തോളമായിട്ടുണ്ട് എൻ്റെ ഈ വാർഡിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇടാനായിട്ട് അവർ വന്നിട്ട്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു ദിവസം വന്നു, ഏകദേശം 75ഓളം ലൈറ്റ് പോയി കിടക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദിവസം വന്ന് 5ഓ 10ഓ ലൈറ്റ് മാത്രം ഇട്ടിട്ട് പോയത്. പിന്നെ നാളെ വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ ഇത്രയും നാളായിട്ട് അവർ വന്നിട്ടില്ല. അപ്പൊ വീണ്ടും ഇരുട്ടിലാണ് എൻ്റെ ഈ വാർഡ് എന്നുള്ളതാണ്. ചേച്ചി, ഇപ്പോ ഇവിടെ കഴിഞ്ഞ വട്ടം BJP പിടിച്ചെടുത്തൊരു സീറ്റാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കേരളത്തിൽ BJP പിടിക്കും എന്ന് വളരെ പ്രതീക്ഷയും ഉറപ്പുമുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേച്ചി കിട്ടിയ വോട്ടും ഭൂരിപക്ഷമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് 464 വോട്ടാണ് ആകെ കിട്ടിയത്. 134 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നമ്മളിവിടെ ജയിക്കുന്നത്. പിന്നെ മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21 വാർഡ് ഇപ്പോൾ BJP-യുടെ വാർഡുകളാണ്. അത് ഇനി എന്തായാലും നമ്മൾ ഇതിൽ മുന്നേറ്റം തന്നെ ഉണ്ടാവുള്ളൂ. ഒരുപാട് വാർഡുകൾ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ നമ്മുടെ കയ്യിലുള്ള വാർഡുകളൊന്നും നമുക്ക് നഷ്ടമാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ചെയർമാൻ ഇവിടുന്ന് ഈ ഒരു വാർഡിൽ നിന്നുണ്ടായിരുന്നില്ലേ?
ഏകദേശം എനിക്ക് തോന്നുന്നു 3 ചെയർമാന്മാരും 2 വൈസ് ചെയർമാന്മാരും ഒക്കെയുള്ള വാർഡായിരുന്നു. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വാർഡായിരുന്നു. CPM-ന്റെ കുത്തക വാർഡായിരുന്നു. ഈ വാർഡിൽ നിന്നാണ് ഒട്ടനവധി ആൾക്കാർ അവിടെ ഭരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ആ വാർഡ് കഴിഞ്ഞ വർഷവും ഇതുപോലെ ചെയർമാന്റെ വാർഡായിരുന്നു. അതാണ് നമ്മളിപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണ? ഇപ്പം നമുക്ക് 100% ഉറപ്പ് തന്നെയാണ്. നമ്മൾ ഈ വാർഡായാലും ശരി, അതുപോലെ മുനിസിപ്പാലിറ്റി ആയാലും ശരി, BJP തന്നെ വരുള്ളൂ എന്ന് നമുക്ക് 100% ഉറപ്പാണ്. അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പാണ്. നമുക്കത് ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ആ രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 100% ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളുടെ വരവിനായി അവർ കാത്തിരിക്കുകയാണ് എന്നുള്ളത്. കേരളത്തിൽ BJP ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നിലവിലെ BJP-യുടെ സംസ്ഥാനത്തെ കമ്മിറ്റി പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് വികസിത കേരളം എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയാണ്. അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായിട്ടുള്ളൊരു വിജയം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ BJP-യുടെ നിലവിലെ കൗൺസിലർമാരെല്ലാവരും പറയുന്നത്.